പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, പാപം പാപിയെ കാത്തിരിക്കുന്നു. പ്രഭാഷകൻ 27:10 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. സിംഹം ഇര വരാനായിട്ട് കാത്തിരിക്കുകയാണ്. അതുപോലെയാണ് പാപം പാപിയെ കാത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് പാപം നമ്മെ കാത്തിരിക്കുന്നത്? നമ്മെ കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ്. അനുതപിക്കാതെ പാപം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാപം ഏറ്റുപറയാതെ ജീവിക്കുമ്പോൾ ഓരോ വ്യക്തിയും ആത്മാവിൽ മരിച്ചവരായി മാറുകയാണ്. പാപം പാപിയെ നോക്കി നശിപ്പിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. തിരുവചനം പറയുന്നു, ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും എന്ന്. അനുതപിക്കാതെ പാപം ഉള്ളിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾ ആത്മാവിൽ മൃതരായിരിക്കുമ്പോൾ അവർ ശവത്തിന് തുല്യമായി മാറുകയാണ്. അവിടെ കഴുകന്മാരെ പോലെ പാപം നമ്മെ ആക്രമിക്കും. തിന്മയുടെ ശക്തി നമ്മെ ആക്രമിക്കുകയും നമ്മെ നശിപ്പിക്കുകയും ചെയ്യും. പാപം ഇല്ലാതെ ജീവിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വിശുദ്ധിയാണ് വേണ്ടത്. നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് നാം പകർന്നു കൊടുക്കേണ്ടത് സമ്പത്തോ ധനമോ ഒന്നുമല്ല, വിശുദ്ധിയാണ്. ചെറുപ്പം മുതലേ പ്രാർത്ഥനയിലും കൂദാശ ജീവിതത്തിലും ഒരു ഉത്തമമായ ബോധ്യം മക്കൾക്ക് മാതാപിതാക്കൾ കൊടുക്കണം. അപ്പോൾ പ്രതിസന്ധികളിൽ തളരാതെ പ്രലോഭനങ്ങളിൽ പതറാതിരിക്കാനായിട്ട് മക്കൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കുമെന്ന്. എന്ത് പ്രതിസന്ധികൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്യുവാനായിട്ട് അവന് സാധിക്കും. അല്ല എങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവൻ തകർന്നു വീഴുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനം 119:11 സങ്കീർത്തകനായ ദാവീദ് പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. സുഭാഷിതങ്ങൾ 28:13 തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. നാം അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ ചെയ്യുന്നുണ്ട്. കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ നാം പാപപ്പൊറുതി നേടിയാൽ മാത്രമേ നമുക്ക് വിശുദ്ധിയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? ദൈവത്തിൻ്റെ വചനം ശരിയായി അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. മത്തായിയുടെ സുവിശേഷം 22:29 യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത് എന്ന്. വചനം പാലിക്കുന്നവർക്ക് തെറ്റുകൾ പറ്റുകയില്ല. എന്താണ് വചനത്തിൻ്റെ ശക്തി? ഹെബ്രായർ 4:12 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. പ്രഭാഷകൻ 15:20 തിരുവചനം പറയുന്നു, പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. യേശു പറയുന്നു, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് എന്ന്. മനുഷ്യർ ബലഹീനരായതുകൊണ്ട് പാപം ചെയ്തു പോയാൽ ഉടനെ അനുതപിച്ച് കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുമ്പോഴാണ് നാം വിശുദ്ധിയിലേക്ക് കടന്നു വരികയും ദൈവത്തോട് ഒപ്പമാകാനായിട്ട് സാധിക്കുകയും ചെയ്യുകയുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.